കേരള ഹോക്കി അസോസിയേഷനെ കുറിച്ച് പറഞ്ഞത് നാക്കുപിഴയെന്ന് PR ശ്രീജേഷ്. മുൻപത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞതെന്നും നിലവിലെ അസോസിയേഷൻ നല്ല രീതിയിലാണ് ഹോക്കിയെ പിന്തുണയ്ക്കുന്നതെന്നും PR ശ്രീജേഷ് പറഞ്ഞു. കേരള ഹോക്കി അസോസിയേഷനിൽ തമ്മിലടിയാണ് എന്നായിരുന്നു ശ്രീജേഷിന്റെ പ്രസംഗം. എനിക്ക് തോന്നുന്നു പറഞ്ഞ രീതി ചിലപ്പോൾ മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിലുള്ള ചിന്തയെ ഞാൻ വാക്കുകളാൽ പുറത്തേക്ക് വിട്ടപ്പോൾ അത് ചിലപ്പോൾ മാറിപ്പോയത് കൊണ്ടായിരിക്കും പലരും അതിനെ വേറെ രീതിയിൽ, അതായത് ഞാൻ അസോസിയേഷനെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരത് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വളച്ചൊടിച്ചും അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഹോക്കിയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയായിരുന്നു അത്. അതുകൊണ്ട് ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റ് ആയിരുന്നില്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ കേരള ഹോക്കിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഇപ്പോഴും കൂടെയുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ ശ്രീജേഷ് നേരത്തെ നടത്തിയ പരാമർശം അത് വലിയ ചർച്ചയായതാണ്. അതിന് പിന്നാലെയുള്ള വിശദീകരണം, വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? ഒരു സ്വകാര്യ സ്ഥാപനം നൽകിയ സ്വീകരണ ചടങ്ങിനിടയിലായിരുന്നു കേരള ഹോക്കി അസോസിയേഷനെതിരെ PR ശ്രീജേഷ് പ്രസംഗിച്ചത്. നമുക്ക് എന്തില്ല എന്നാണ് അസോസിയേഷൻ ചിന്തിക്കുന്നത്. തന്നെ താനെന്ന ബ്രാൻഡിനെ വളർത്താൻ സാധിച്ചില്ലെങ്കിൽ കേരള ഹോക്കി അസോസിയേഷന്റെ വീഴ്ചയാണ്. താൻ ഒറ്റയ്ക്കെടുത്താൽ കേരള ഹോക്കി പൊങ്ങില്ല. തനിക്ക് പറ്റുന്നതിന്റെ പരമാവധി താൻ ചെയ്തിട്ടുണ്ട്. താൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പിന്നോട്ട് വലിക്കരുതെന്നുമായിരുന്നു PR ശ്രീജേഷിന്റെ പ്രസംഗം. എന്നാൽ അതൊരു നാക്കുപിഴയെന്നാണ് PR ശ്രീജേഷ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. കേരള ഹോക്കിക്കെതിരെ നടത്തിയ പ്രസംഗം അത് മുൻപത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. നിലവിലെ അസോസിയേഷൻ നല്ല രീതിയിലാണ് ഹോക്കിയെ പിന്തുണയ്ക്കുന്നതെന്നും പ്രസംഗിച്ചപ്പോൾ. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത്.